ഗൈസ് സമയം രാത്രി 10 മണിയാണ്. ഈ 10 മണിക്ക് ഞാൻ എടുത്തേക്കാണ് പോകുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. വേറെ എടുത്തേക്കല്ല, എൻ്റെ സ്വന്തം നാത്തു ഞാനൊന്ന് കണ്ണൂർ എയർപോർട്ടിൽ പോയിട്ട് ഒന്ന് പിക്ക് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തിന് ശേഷം അവളെ കാണുന്നതിൻ്റെ ഹാപ്പിനെസ്സിലും ത്രില്ലും ഒക്കെയാണ് ഞാനുള്ളത്. ഞാൻ മാത്രമല്ല, അമ്മയും അച്ഛനും ഒക്കെ അതിൻ്റെ ഹാപ്പിനെസ്സിലാണുള്ളത്. അപ്പോൾ അമ്മ അവൾക്ക് കഴിക്കാനായിട്ട് പുട്ടിൻ്റെ മാവ് കുഴച്ച് വെക്കുകയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. എല്ലാം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് 1 മണിക്കാണെങ്കിലും നമ്മൾ ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങിയിരുന്നു. ഒരു 1 അവർ ദൂരം ഉണ്ടായിരുന്നു നമുക്ക് എയർപോർട്ടിലേക്ക്. എന്നാലും നമ്മളൊരു 11 മണി 11:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഒരു 1 അവർ മുന്നേ എത്താമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു നമ്മൾ ഇറങ്ങിയത്. അപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷത്തിനും ഹാപ്പിനെസ്സിനായതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി, അത്ര തന്നെ. പിന്നെ അങ്ങനെ ഞാനും അച്ഛനും വേഗം തന്നെ കാറിൽ നിന്നിട്ട് അമ്മേനെ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു. നമ്മൾ പോയിരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ടെൻഷനായി, ഇനി ഫ്ലൈറ്റ് വല്ലതും ഇനിയും ഡിലേ ആവുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ ഇറങ്ങിയോണ്ട് നമ്മൾ ചോദിച്ചെന്നാൽ ഒരു ചായയെല്ലാം കുടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മളൊരു തട്ടുകടയിൽ കയറി. പിന്നെ നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ അടുത്ത് എത്തി. നേരത്തെ ഇറങ്ങിയോണ്ട് നേരത്തെ എത്തി. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വണ്ടിയിലും വരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയായി, പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ പാടെ നമ്മൾ അങ്ങോട്ടേക്ക് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് പോയി. അറ്റ് ലാസ്റ്റ് നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ണൂർ എയർപോർട്ട് കാണുന്നത്. പിന്നെ എല്ലാ എയർപോർട്ടിനെ പോലത്തെ വലിയൊരു എയർപോർട്ട് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ 3 കൂടി അവളെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. സെക്കൻഡുകൾ കഴിഞ്ഞു, മിനിറ്റുകൾ കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു, അവളെ കാണാനില്ല ഗൈസ്. പിന്നെ കുറേ ആളെ കാണാൻ പറ്റി നമുക്ക്. അറ്റ് ലാസ്റ്റ് അവളെ എത്തിക്കഴിഞ്ഞു ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടില്ല. പിന്നെ ആള് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകേണ്ട തയ്യാറെടുപ്പിലേക്കായി. ഏകദേശം ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ നാട്ടിൽ വളരെ സ്നേഹസമ്പന്നയായതുകൊണ്ട് അവൾ എല്ലാവർക്കും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. എനിക്കൊരു ടോപ്പ്, അമ്മക്കൊരു ടോപ്പ്, അച്ഛനൊരു ടീഷർട്ടൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അത് അവൾ അപ്പം തന്നെ എല്ലാവർക്കും കാണിച്ചു തന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.